എഴുത്തിൻ്റെ നാനാർത്ഥങ്ങൾ എന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് ഒരുപക്ഷെ സമകാലീന മലയാള സാഹിത്യത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട PF മാത്യൂസ്, VG ജെയിംസ്, മനോജ് കുറൂർ എന്നിവരാണ്. സാഹിത്യം എന്ന് പറയുന്നൊരു വിഷയം ഒരുപക്ഷെ മനുഷ്യൻ്റെ കൂടെ തന്നെ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനമണ്ഡലമാണ്. പലപ്പോഴും സാഹിത്യത്തെക്കുറിച്ച് കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുന്നിടത്ത് നമ്മൾ നിർവചനങ്ങളെക്കുറിച്ച്, സാഹിത്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളെക്കുറിച്ചുള്ള ചർച്ച വേണം. അതുപോലെ തന്നെ ഏത് സാഹിത്യം, എങ്ങനെയുള്ള സാഹിത്യം, ഇതുപോലെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ഒരു സെഷൻ. നമ്മളെ സംബന്ധിച്ച് സാഹിത്യം എന്ന് പറയുന്ന ഒരു വിഷയം ഓരോ കാലഘട്ടത്തിലും ഓരോ അർത്ഥത്തിലാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും ഒഴിവാക്കലുകളും കൂട്ടിച്ചേരലുകളും ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് സാഹിത്യം. പുസ്തകങ്ങളും വായനക്കാരും ആശയങ്ങളും കൂടിച്ചേരുകയും അതുപോലെ തന്നെ ഒഴിവാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഓരോ കാലഘട്ടത്തിനും അതിൻ്റെ പ്രസക്തി അനുസരിച്ച് ഓരോ കാലഘട്ടത്തിനും വേണ്ടി ഓരോ നിർവചനങ്ങൾ ഉണ്ടായി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഈ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ ഒരു ചർച്ച നടത്തുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സാഹിത്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രസക്തി, അതിലെന്ത് വരുന്നു, എന്ത് ഒഴിവാകുന്നു എന്നുള്ളൊരു സീരിയസ് ആയൊരു ഡിസ്കഷൻ്റെ ആവശ്യകത ഉണ്ടാവുകയും അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉണ്ടാവാം. ആ വിമർശനങ്ങൾ വ്യക്തിപരമല്ല, അതിനപ്പുറത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള ഒരു സംവാദം എന്ന നിലയിലാണ് ഇത് എടുക്കപ്പെടേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെ സംബന്ധിച്ച് എഴുത്ത് എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് പല നിലയിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒന്ന് എന്ന് പറയുന്നത് ആശയ സംവേദനമാണ്. അപ്പോൾ ഈ ആശയ സംവേദനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കാണുന്ന പുതിയ എഴുത്തുകളിൽ കാണുന്ന ഒരു ടെർമിനോളജിയാണ് സിനിമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ, നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നത്, ഒരു തിയേറ്ററിൽ കയറിയിരിക്കുന്നു, വായിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ ഒരു തരത്തിലാണോ നമ്മൾ സാഹിത്യവും സാഹിത്യ ഭാഷയും നമ്മൾ കാണേണ്ടത്? സാഹിത്യം സിനിമയായിട്ട് അങ്ങനെ ഒരു താരതമ്യമോ അല്ലെങ്കിൽ കാണുന്ന പോലെ എഴുതുന്നു എന്ന ഒരു ചിന്തയോ അത്ര സ്വാഗതാർഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിനിമ വേണ്ടത്ര വികസിക്കാത്തൊരു കാലത്താണ് ചെക്കോവ് പറഞ്ഞത്, പറയണ്ട, കാണിച്ചു കൊടുക്കൂ, നിലാവിനെക്കുറിച്ച് വിവരിക്കേണ്ട, അത് പൊട്ടിയ ചില്ലിൽ പ്രതിഫലിക്കുന്നത് കാണിച്ചു കൊടുക്കൂ എന്നെഴുതിയത്. അന്ന് ചലച്ചിത്രവും ദൃശ്യമാധ്യമങ്ങളും ഒന്നും വികസിച്ചിട്ടില്ല. ചലച്ചിത്രത്തിൻ്റെയൊക്കെ ഒരു ആരംഭകാലമാണ്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇത്രയ്ക്ക് പാരമ്പര്യമുള്ള അതിപുരാതനമായ ഒരു സാഹിത്യ ശാഖയെ ഇന്നലെ വന്ന ഇനിയും പൂർത്തിയാകാത്ത സിനിമ ഇനിയും പൂർത്തിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് പിടിച്ച് കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെട്ടിച്ചുരുക്കലാണ്. ഒരു വലിയ കലയെ വെട്ടിച്ചുരുക്കി നിസ്സാരമാക്കി മാറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരിക്കൽ പ്രൂസ്റ്റ് പറഞ്ഞു, മനുഷ്യജീവിതം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ രേഖപ്പെടുത്തുമ്പോഴാണ്, അടയാളപ്പെടുത്തുമ്പോഴാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് അതിനൊരു ഷേപ്പ് വരുന്നത്, ഒരു ആകൃതി വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അത്രത്തോളം പറയാൻ ഞാൻ തയ്യാറല്ലെങ്കിലും ഈ അവതരണ രീതി, അതായത് നറേറ്റീവ്, വിവരണകലയ്ക്കാണ് സാഹിത്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തോന്നിയിട്ടില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറ്റവും ശിക്ഷയും എഴുതുന്ന കാലത്ത് ദസ്തയേവ്സ്കി അത് ആദ്യം എഴുതിയത്, അതിൻ്റെ ഫോം അദ്ദേഹം സങ്കല്പിച്ചത് കുമ്പസാരത്തിൻ്റെ രൂപത്തിലായിരുന്നു. ഒരു കുറ്റവാളിയുടെ കുമ്പസാരം എന്ന മട്ടിലായിരുന്നു. അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് പോരാ, അത് ശരിയല്ല, അങ്ങനെയല്ല വേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും പിന്നീട് അതൊരു ഡയറി കുറിപ്പിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു.
എന്നിട്ടും ഇതിൻ്റെ ഫോം കൃത്യമായിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അത് ഈ ഓർമ്മകൾ എഴുതുന്നു എന്നുള്ള മട്ടിലേക്ക് മാറ്റി. എന്നിട്ടും ഇത് വർക്കായില്ല. അങ്ങനെ അദ്ദേഹം നാലാമതൊരു രീതിയിൽ എഴുതി തുടങ്ങിയതാണ് നമ്മളിപ്പോൾ വായിക്കുന്ന കുറ്റവും ശിക്ഷയും. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് പ്രതിഭാധനനായ ഒരു, ശരിക്കും ലോകത്തിലെ നോവൽ സാഹിത്യത്തിലെ ജീനിയസ് എന്ന് പറയാവുന്ന ദസ്തയേവ്സ്കി ഇങ്ങനെയാണ് ചെയ്തത്. ഈ ഇത്രയും ഗംഭീരമായൊരു നോവൽ നമുക്ക് തന്നത് ആ ഫോമിൽ ഇത്രയ്ക്കധികം വർക്ക് ചെയ്തിട്ടാണ്, പണിയെടുത്തിട്ടാണ്. എന്ന് വെച്ചാൽ ചുമ്മാ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന പരിപാടി അല്ല ഇത് എന്ന് അദ്ദേഹം അന്നേ കാണിച്ചു തന്നു. ഒരിക്കൽ ഏത് എഴുത്തുകാരനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഫ്ലോബേർ ആണെന്ന് തോന്നുന്നു, നറേറ്റീവ് കൊണ്ട്, അതായത് വിവരണകല കൊണ്ട് കഥയില്ലാതെ തന്നെ ഞാൻ ഒരു നോവൽ എഴുതും എന്ന് പറഞ്ഞു. അതെത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ പറയാനുള്ളൊരു ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചു. അപ്പോൾ ഈ വിവരണകലയുടെ ഒരു പ്രാധാന്യം അതാണ്. അതായത് നമ്മൾ ഇന്നലെ കണ്ട ഒരു ഈ കഥ സാധാരണഗതിയിൽ നമ്മളൊരു പിടിവള്ളിയായിട്ടാണ് നോവലിലും ചെറുകഥയിലേക്ക് ഉപയോഗിക്കുന്നത്. ഈ കഥ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോവലിൻ്റെ ഒരു ഏകാഗ്രതയെ വായനക്കാരൻ്റെ ഏകാഗ്രതയെ പിടിച്ചു കെട്ടാനാണ് കഥ ഉപയോഗിക്കുന്നത്. അതും ഒരു അരിസ്റ്റോട്ടലിയൻ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചു ആദ്യ മധ്യാന്തങ്ങളുള്ള ഒരു കഥ ഉണ്ടാക്കുന്നു. അത് കണ്ട് ലോകത്തിന് തന്നെ ചെടിച്ചു കഴിഞ്ഞു. അതായത് ഹോളിവുഡ് സിനിമകൾ മുഴുവനും ഈ 3 ആക്ട് പ്ലേ സ്ട്രക്ചറാണ്. വീണ്ടും അതേ മട്ടിൽ നമ്മൾ സിനിമാറ്റിക് നോവലുകൾ എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നിലേക്ക് പോകുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പുതിയ ഓരോ വിഷയത്തിനും അത് അതിൻ്റേതായ ഒരു ഫോം കണ്ടെത്തണം. അതായത് ഒരു കഥ കേൾക്കാനല്ല നമ്മൾ നോവൽ വായിക്കുന്നത്, ഒരു ആശയം പറയാനല്ല നോവൽ വായിക്കുന്നത്. നോവലിന് മാത്രം തരാൻ കഴിയുന്ന ഒരു അനുഭവം നോവൽ തരുമ്പോഴാണ് അത് നോവലായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ ഞാനൊരു സിനിമാറ്റിക് നോവൽ എഴുതുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കൽ എനിക്ക് ഒരു സിനിമ എഴുതിയ തിരക്കഥയിൽ നിന്ന് അതിൻ്റെ ഒരു കേന്ദ്ര അനുഭവം എടുത്തിട്ട് നോവലാക്കണമെന്ന് തോന്നിയത്. അങ്ങനെ നോവലാക്കണമെന്ന് തോന്നിയപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു സിനിമ ആവരുത്, ഒരു സിനിമാനുഭവം അതിൽ നിന്ന് കിട്ടരുതെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അത് അവസാനം അത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു നോവലിൽ നിന്ന് മാത്രം കിട്ടുന്ന, ഒരു നോവലായി മാത്രം മാറുന്ന ഒരു എഴുത്താണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഒരു സിനിമയായി മാറുന്നതോ അല്ലെങ്കിൽ പോയറ്റിക്കായിട്ട് മാറുന്നതോ മറ്റെന്തെങ്കിലും കലാരൂപമായിട്ട് മാറുന്നതോ അല്ലാതെ നോവൽ മാത്രമായിട്ടിരിക്കുന്ന ഒരു നോവൽ എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇത് വീണ്ടും ഈ സിനിമയുടെ ഒരു ചെറിയ വട്ടത്തിലേക്ക് പിടിച്ചു കെട്ടുന്നതിനോട് ഞാൻ വിയോജിക്കുകയാണ്. അതൊരു നല്ലൊരു രീതിയുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കൂടെ ഇതിൽ നിന്ന് എനിക്ക് മനോജ് കുറിലോട്ട് പോകാനാണ് ആഗ്രഹം. കാരണം ഈ ഫോം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുക, ഈസ്തറ്റിക്സും ഫോമിനെയും കുറിച്ചാണ്. അപ്പോൾ അവിടെ ഇപ്പം മനോജ് കുറിൻ്റെ ആദ്യത്തെ നോവല് എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു സാധാ മലയാള ഭാഷ തുടർന്നുകൊണ്ട് എഴുതാമായിരുന്നു. അതിനപ്പുറത്ത് പണിയെടുത്ത് മൂലദ്രാവിഡ ഭാഷകളിൽ നിന്ന് വാക്കുകൾ കണ്ടുപിടിച്ച് നിരന്തരമായിട്ട് ആ ഒരു എഴുത്താണ് സത്യത്തിൽ ആ നോവലിൻ്റെ ജീവൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഫോമിൻ്റെ പ്രസക്തി എത്രയുണ്ട്? എനിക്കൊന്ന് പി.എഫ്. മാത്യൂസിൻ്റെ ആ ഒരു ഉത്തരത്തിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന നിലയിലാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ പി.എഫ്. മാത്യൂസ് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഓരോ സാഹിത്യരൂപത്തിൻ്റെയും കലയുടെയും അല്ലെങ്കിൽ ഓരോ കലാരൂപത്തിൻ്റെയും ഒക്കെ ഓരോ റേണറിനുമുള്ള സവിശേഷമായ വ്യത്യസ്തതകൾ, അതിലാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നിയത്. നോവലായിരിക്കുക, അല്ലെങ്കിൽ കവിതയ്ക്കോ സിനിമയ്ക്കോ മറ്റ് ഏതെങ്കിലും സാഹിത്യ കലാരൂപങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു സ്പേസ് നോവലിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ മറ്റ് സാഹിത്യ രൂപങ്ങളും. എനിക്കതിനോട് കൂട്ടിച്ചേർക്കാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഈ പല കലകളും ഷെയർ ചെയ്യുന്ന ചില സംഗതികളുണ്ട്. അതായത് നോവലിനെ സിനിമയാക്കുകയോ സിനിമയെ നോവലാക്കുകയോ അല്ലെങ്കിൽ നോവലിനെ കവിതയാക്കുകയോ അങ്ങനെ അതല്ല, പകരം പല കലകളും ഷെയർ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സത്യത്തിൽ ഈ ആദ്യത്തെ നോവൽ എഴുതുന്ന സമയത്ത് മനസ്സിൽ സങ്കല്പിച്ചത് ഒരു സിംഫണിയുടെ സ്ട്രക്ചറാണ് സത്യം പറയാം മനസ്സിൽ സങ്കല്പിച്ചത്. ഞാനത് ഇപ്പം ഇത് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം വളരെ സ്ലോ ടെമ്പോയിൽ ആദ്യം ഈ നമുക്കറിയാമല്ലോ സിംഫണിയിൽ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ സൊനാറ്റ
അലിഗ്രോ പോലൊരു ഫോം ആയിരിക്കും ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ കുറച്ചൊരു ദ്രുതഗതിയിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മ്യൂസിക് തീം അവതരിപ്പിക്കുക. തൊട്ട് പിന്നാലെ അതിൻ്റെ ഒരു എലാബറേഷനാണ്, വളരെ വിസ്തരിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ആ അവതരിപ്പിച്ച തീമിൻ്റെ വലിയൊരു എലാബറേഷനായിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് സാധാരണഗതി വരിക, അല്ലെങ്കിൽ സെക്കൻഡ് മൂവ്മെൻറ്റ് സാധാരണഗതി വരിക. പിന്നീട് തേർഡ് മൂവ്മെൻറ്റ് അതിൽ നിന്ന് ലേശം ഗതി മാറിയിട്ട് ഒരു പ്രത്യേകിച്ച് 3/4 പോലെയൊക്കെയുള്ളൊരു ഇതിലേക്ക് മാറിയിട്ട്, ഒരു ഋതത്തിൻ്റെ ക്രമത്തിലേക്ക് മാറിയിട്ട് പിന്നെ അവസാനം ദ്രുതഗതിയിൽ അവസാനിക്കുക. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് വാസ്തവത്തിൽ ഈ സിംഫണി പോലുള്ള സ്ഥലങ്ങളിലുള്ളത്. ഇപ്പോൾ ഈ സൊനാറ്റ അലിഗ്രോ ഫോം ആണെങ്കിൽ പോലും അതിൽ പോലും ഈ പറഞ്ഞ സ്ട്രക്ചർ സംഗതികളുണ്ട്. കാരണം വെച്ചാൽ ഒന്ന് അതിൻ്റെ ഒരു ആദ്യം ഒരു എക്സ്പോസിഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്, ഒരു തീം ഇങ്ങനെ എടുത്ത് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഡെവലപ്മെൻ്റാണ് രണ്ടാമത്. മൂന്നാമത്തത് അതിൻ്റെ റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഇതേപോലുള്ള സംഗതികൾ എനിക്ക് തോന്നുന്നത് കലകളിൽ പൊതുവേ ഉള്ള, ഇപ്പോൾ നോവലിലാണെങ്കിൽ ഇതേപോലുള്ള ഒരു പ്രക്രിയ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സംഗതി പ്രസൻറ്റ് ചെയ്യുക, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു പരിണാമഗുപ്തിയിലേക്ക് കിടക്കുക. ഇങ്ങനെയൊക്കെ ഒരു സംഗതി നോവലിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കലകൾ ഷെയർ ചെയ്യുന്ന ഒരു ചില സംഗതികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലെ ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിലമ്പൂത്ത് മൃഗനാൾ പോലൊരു നോവൽ എഴുതുമ്പോൾ ഉള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നോവലിസ്റ്റ് ആകാനായിട്ട് നോവൽ എഴുതിയ ആളല്ല. പകരം കവിത എഴുതി തുടങ്ങി അത് നോവലായിട്ട് മാറിയതാണ്. ഈ പറഞ്ഞ ഈ ലേണറുകളുടെ ഒരു പ്രശ്നത്തിൽ വരുന്നൊരു സംഗതി അതാണ്. അതായത് ഞാൻ ഈ നിലമ്പൂത്ത് മൃഗനാൾ എന്നുള്ള നോവൽ ആദ്യം ഒരു ഫിക്ഷൻ പോയമായിട്ടാണ് എഴുതി തുടങ്ങി. അതിന് തൊട്ട് മുമ്പ് കോമ പോലെ, സുഡോക്ക് പോലെയുള്ള ഫിക്ഷൻ പോയംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘകാലത്തെക്കുറിച്ച് ധാരാളം വായിച്ചപ്പോൾ, സംഘകാലത്തെക്കുറിച്ചല്ല സംഘകാല കൃതികളാണ് വായിക്കുന്നത്, നേരിട്ട് അവയുടെ ഒരു അനുഭവം കിട്ടാനായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചു കഴിയുമ്പോഴേക്കും ആ ഒരു കാലത്തെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാടിനും കേരളത്തിനും, ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് തമിഴ്നാടിനും കേരളത്തിനും ഒരേപോലെ അവകാശപ്പെട്ട, ഇന്നത്തെ തമിഴ്നാട്ടിനും ഇന്നത്തെ കേരളത്തിനും ഒരേപോലെ അവകാശപ്പെട്ടൊരു പ്രാചീന ലോകമാണ് ഈ സംഘകാലം എന്ന് നമ്മൾ തെറ്റായി പറയുന്ന ആ കാലം. അതായത് പഴന്തമിഴ് കാലം എന്നാണ് പറയേണ്ടത്. സംഘകാലം എന്നൊക്കെയുള്ള പിൽക്കാലത്ത് വരുന്ന ചില പ്രയോഗങ്ങളാണ്. ഏതായാലും ആ പഴന്തമിഴ് കാലം എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളത്തിനും ഇന്നത്തെ തമിഴിനും ഒരുപോലെ അവകാശപ്പെട്ട ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ സാംസ്കാരിക അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ കവി എഴുത്തച്ഛനോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള രാമചരിതകാരനായ ചീരാമകവിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ വാസ്തവത്തിൽ അത് തമിഴരെ സംബന്ധിച്ച് അതല്ല, പകരം ഈ പറഞ്ഞ ഈ പഴന്തമിഴ് കവികളാണ്. ഈ പഴന്തമിഴ് കവിത വാസ്തവത്തിൽ അറിയാലോ, കേരളവും തമിഴ്നാടും ചേർന്ന് കിടക്കുന്ന ഒരേ പ്രദേശത്തിൻ്റെ പ്രാചീന സാഹിത്യ സമ്പത്താണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വാസ്തവത്തിൽ ഈ നോവൽ എഴുതുന്നത് തന്നെ. ആ ഒരു കാലത്തിൻ്റെ ലൈഫ് അതെങ്ങനെയാണ് കേരളത്തിലേക്ക് തുടർന്നു പോരുന്നത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജീവിതത്തിലും കേരളത്തിൻ്റെ കലാപരിസരത്തിലും സാംസ്കാരിക പരിസരത്തിലും എങ്ങനെ തുടർന്നു പോരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാലത്തെ അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് സംസ്കൃത അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഖ ഗ ഖ ഛ ജ ഛ ഠ ഡ ഠ ഥ ദ ഥ ഭ ഭ ഭ അങ്ങനെയൊക്കെയുള്ള പിൽക്കാലത്ത് മലയാളത്തിലേക്ക് സംസ്കൃതത്തിൽ നിന്ന് അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് സംഘകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ ഒരു സംഘകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷയല്ല അത്, പക്ഷേ പകരം സംഘകാലത്ത് ഉപയോഗിച്ചിരുന്നൊരു ഭാഷയുടെ ഒരു എന്താ പറയുക, ഒരു മൂഡ് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് വാസ്തവത്തിൽ. ഇന്നത്തെ മലയാളം തന്നെയാണ്, പക്ഷേ ആ ഒരു തരത്തിൽ ആ ഒരു മൂഡ് കൊണ്ടുവരാനുള്ളൊരു ശ്രമം എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ആ ഫോമാണ് വാസ്തവത്തിൽ ആ നോവലിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് തന്നെ തോന്നുന്നു. കാരണം വെച്ചാൽ ഈ ആശയത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒക്കെ ഒരു തലത്തിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളിൽ, പ്രത്യേകിച്ച് ഈ മ്യൂസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി, അതുപോലെ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ കവിത എഴുതി തുടങ്ങിയിട്ട് അത് നോവലായതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഭാഷയാണ് ഒരു ഗദ്യ കവിത പോലൊരു ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ഇത് മലയാളത്തിലാകുമ്പോൾ ഇതെല്ലാം വളരെ വിചിത്രമായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. എനിക്കതാണ് ഞാൻ ലോകത്ത് മറ്റ് പല ഭാഷയിലുള്ള നോവലുകളും ഒക്കെ സാഹിത്യമൊക്കെ ശ്രദ്ധിക്കാറുള്ള ആളാണ്. ഇപ്പോൾ നമ്മുടെ വിക്രം സേത്തിൻ്റെ തന്നെ ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന നോവൽ, അത് പൂർണ്ണമായിട്ടും പദ്യത്തിൽ എഴുതിയ നോവലാണ്. 14 വരി വീതമുള്ള സോണറ്റുകളുടെ രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലായിട്ടാണ് അദ്ദേഹം അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒമറോസ് എന്ന് പറയുന്ന മറ്റേ ഡെറക് വാൽക്കോട്ടിൻ്റെ കൃതി, മാത്രമല്ല ഹാരി മാർട്ടിൻസിൻ്റെ, അങ്ങനെ അണിയാറ എന്ന് പറയുന്ന നോവൽ, ഇങ്ങനെ ധാരാളം കൃതികൾ, അല്ലെങ്കിൽ മറ്റേ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ലോലിറ്റ എഴുതിയിട്ടുള്ള നൊബക്കോവിൻ്റെ പെയിൽ ഫെയർ എന്ന് പറയുന്ന നോവൽ, ഇതെല്ലാം കവിത, പോയട്രി, പദ്യരൂപത്തിലും ഒക്കെയാണ് ഇതൊക്കെ എഴുതി പോയിട്ടുള്ളത്. ഏറ്റവും കൗതുകരമായിട്ടൊരു കാര്യം, ഇപ്പോൾ ഗോസ്പോർഡിനോ, അദ്ദേഹം മാത്യു സേട്ടനോട് എനിക്ക് വലിയ അസൂയുണ്ട്. കാരണം വെച്ചാൽ KLF വെച്ചിട്ട് മാത്യു സേട്ടൻ ഗോസ്പോർഡിനോവിനെ വളരെ അടുത്ത് കണ്ടപ്പോഴേക്കും എനിക്ക് സത്യത്തിൽ ഈ സാഹിബ്മാരെ ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഗോസ്പോർഡിനോവിനെ ഏതായാലും അടുത്ത് കാണുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള നോവല് ഫിസിക്സ് ഓഫ് സോറോ ഒക്കെ അദ്ദേഹം മേടിക്കുകയും ചെയ്തു. ഞാനിത് കാശ് കൊടുത്ത് ആമസോണിൽ നിന്നാണ് ഈ നോവൽ മേടിച്ചത്. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന നോവലേ, അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ തുടക്കം തന്നെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. അതായത് നിങ്ങളിത്
എന്താണ് സൊനാറ്റ അലിഗ്രോ ഫോമിൽ വേണം ഈ ഭാഗം വായിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടറിലെ ചില ഭാഗങ്ങൾ. ഞാൻ പറഞ്ഞ മ്യൂസിക്കും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള നിരവധി സംഗതികൾ ഓരോ സ്ഥലത്തുമുണ്ട്. പക്ഷേ ഫോമിലുള്ള ഈ ഇത്തരത്തിൽ പണിയെടുക്കേണ്ടി വരുന്നത് ഫോമിലാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് ഇപ്പോൾ ഈ ഒരു ഇത് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മുറിനാവ് എന്ന് പറയുന്ന രണ്ടാമത്തെ നോവൽ, ഇപ്പോൾ ആദ്യത്തെ നോവലിനെ കുറിച്ചാണ് ചോദിച്ചെങ്കിൽ മുറിനാവ് എന്ന് പറയുന്ന നോവൽ സാമാന്യമായിട്ട് ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് മാത്രമായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 10 ഇരട്ടി വായന അതിനുണ്ടായേനെ. പക്ഷേ അതിന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ടിലെ ഭാഷ, 12-ാം നൂറ്റാണ്ടിലെ ഭാഷ, ഇത് അക്കാലത്തെ തന്നെ ശാസനങ്ങളും രേഖകളും വാചിക വ്യവഹാരങ്ങളും നാടൻ പാട്ടുകളും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ ഓരോ കഥാപാത്രവും ഓരോ കാലത്തിനനുസരിച്ച്, സമുദായത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച് സംസാരിക്കാവുന്ന ഭാഷ, അത് പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്നല്ല, പക്ഷേ ആ ഒരു ഛായയിൽ ഭാഷ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്, കഥാപാത്രങ്ങളുടെ സംഭാഷണ രീതി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള സംഗതികളൊന്നും സാധാരണഗതി വായനയിൽ വരുന്നതായിട്ട് കാണുന്നില്ല. ഒരു പരിഭവം കൂടി എനിക്കുണ്ട്. കാരണം വെച്ചാൽ വായനയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആശയങ്ങളിലും കഥയിലും അതിൻ്റെ കഥാപരിണാമത്തിലും അതിൻ്റെ പരിണാമഗുപ്തിയിലും ഒക്കെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ എന്താണ് സിനിമാറ്റിക് നോവൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ഒരു സംഗതി പറയുന്നത് ക്ഷമിക്കുക. എനിക്ക് ഈ അഖിൽ പി ധർമ്മജൻ്റെ എന്താണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന നോവൽ തിരക്കേടൊന്നുമില്ലാത്ത നോവലാണ്. പക്ഷേ അതിൻ്റെ ആമുഖത്തിൽ ചെയ്തൊരു ചതിയുണ്ട്. പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇതിൽ കുറേയേറെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ദയവായിട്ട് ഈ സസ്പെൻസുകളൊന്നും പൊളിച്ച് കളയരുത്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ആകാംക്ഷയിലാണ് ഇത് വായിക്കുന്നത്. ആ ആകാംക്ഷ ഞാൻ വായിക്കുമ്പോൾ അത്ര പ്രധാനപ്പെട്ട സസ്പെൻസുകളായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ സാധാരണ നമുക്ക് ഏത് നോവലിലും പ്രതീക്ഷിക്കാവുന്ന ചില സസ്പെൻസുകളാണ് അതിനകത്തുള്ളത്. കാരണം വെച്ചാൽ അതിലൊരു ക്യാരക്ടർ പിന്നീട് ഒരു തമിഴ് ക്യാരക്ടറാണ്, അറിയാലോ, പിന്നീട് LTT പോലെയുള്ള ഒരു സംഗതിയായിട്ട് ബന്ധപ്പെടുന്ന, ഞാൻ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒരു തരത്തിൽ അതിൻ്റെ ആമുഖം ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് സമ്മതമാണ്. പക്ഷേ ആമുഖം സമ്മതമല്ല. കാരണം വെച്ചാൽ അത് ഒരു ചതിയാണ്. കാരണം വെച്ചാൽ ഈ നിങ്ങൾ സസ്പെൻസ്, ഞാനിപ്പോൾ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ആ ഒരു ആകാംക്ഷയിലാണ് ഞാനത് വായിക്കുന്നത്. ആ ആകാംക്ഷ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി. അല്ല, സാഹിത്യ ബാഹ്യമായൊരു സംഗതി എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഉണ്ടാവേണ്ട ഒരു സംഗതിയെ എനിക്കതെങ്ങനെയാണ് വിശദീകരിക്കണമെന്ന് അറിയില്ല. കാരണം അതിൻ്റെ ഒരു ആമുഖം എനിക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി, ആ രീതിയിൽ വേണ്ടിയിരുന്നില്ല എന്ന് നോക്കി. ഞാൻ നോവലിനെ അല്ല എതിർത്തത്, പക്ഷേ ആ രീതിയിലുള്ളൊരു അത് ഈ ഒരു വിൽപ്പന തന്ത്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറും. അത് ചെയ്യരുത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇന്നത്തെ കാലത്തെ ഒരു വായനയുടെ ചില സവിശേഷതകളിൽ ഈ ഫോം പോലുള്ള സംഗതികൾ വിസ്മരിക്കപ്പെടുകയും സൂക്ഷ്മ വായന എന്ന് പറയുന്ന സംഗതി പലപ്പോഴും ഈ ആശയങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക്, അതും അതിൻ്റെ പ്രത്യക്ഷമായ ആശയങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നതായിട്ടൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അത് കുറച്ച് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്കൂടെ ഈ മനോജ് ഗുരു പറഞ്ഞ ഈ പണിയെടുക്കൽ എന്ന് പറയുന്ന ഒരു വാക്കിനെ വെച്ചിട്ട് അങ്ങോട്ട് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. VJ ജെയിംസ് 25 വർഷം കൊണ്ട് പുസ്തകം എഴുതുന്ന ഒരാളാണ്. എനിക്കൊന്ന് അതിലും കൂടുതലായിട്ടുണ്ട്. അതെ, അപ്പം പുറപ്പാടിൻ്റെ പുസ്തകം 25 വർഷമായി. അത് എഴുതാൻ തുടങ്ങി അതിനും 13 വർഷം, 38 വർഷം എന്ന് വേണേൽ പറയാം. അപ്പോൾ ഈ 38 വർഷത്തിന് ഈ പണിയെടുക്കലുണ്ടല്ലോ, അപ്പം അത്ര പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇത്ര 25 നോവലൊന്നും എഴുതാത്ത ഒരാളാണ്. അപ്പോൾ ഈ പണിയെടുക്കൽ എങ്ങനെയാണ്? ഈ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, ഈ മുറിനാവ് എഴുതാൻ വേണ്ടി എടുത്ത ഒരു എഫേർട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ പണിയെടുക്കുമ്പോൾ എൻ്റെ ചോദ്യം മറ്റൊരിതാണ്, ഈ പണിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഓഡിയൻസിനെയാണ് കാണുന്നത്? അപ്പം എൻ്റെത് വിപ്ലവമായി വായിച്ചു പോകുന്ന പെട്ടെന്ന് എന്താ പറയുക, മലയാളത്തിൽ നമ്മൾ ഈ കളിയാക്കി വായിക്കബിലിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ വായിക്കബിലിറ്റി ആണോ, അതോ ഒരു വളരെ ക്രിട്ടിക്കലായിട്ട്? അപ്പം എന്തുകൊണ്ടാണ് ഈ പണിയെടുക്കൽ നീണ്ടുപോയി, ഈ പണിയെടുക്കൽ ഉണ്ടാവുന്നത്? ചോദ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊന്ന് ഈ ചോദ്യം പ്രധാനമായിട്ടും വായനക്കാരനെ ഉന്നം വെച്ചുകൊണ്ടാണോ എഴുത്തുകാരൻ എഴുതുന്നത് എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ അതിന് ഉത്തരം പറയാം. ഒന്ന്, നമുക്ക് വായിച്ച്, ഇപ്പോൾ ഞാൻ ചെറുപ്പകാലം മുതൽ വായിച്ചു തുടങ്ങുന്നത് 4ാം ക്ലാസ് മുതൽ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർജിച്ച് വെക്കുന്ന ഒരു വായനാ സംസ്കാരമുണ്ട്. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു വായനക്കാരൻ രൂപപ്പെടും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഏത് എഴുത്തുകാരനും എഴുതുന്നത് എനിക്ക് തോന്നുന്നത് അവനവൻ്റെ ഉള്ളിലെ വായനക്കാരനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉന്നം സ്വാഭാവികമായിട്ട് വരും. നമ്മൾ വായനയുടെ ഏത് നിലയിലാണ് നിൽക്കുന്നത് ആ നിലയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ആരെയാണോ ഉന്നം വയ്ക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ആദ്യം പറയാനുള്ള ഉത്തരം ഇതാണ്. ഞാൻ എന്നിലെ വായനക്കാരനെ ആണ് ഉന്നം വയ്ക്കുന്നത്. പക്ഷേ എന്നിലെ വായനക്കാരൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരിക്കലും ഒരു ധാരണയില്ല.
അപ്പം ഞാൻ പുറപ്പാടിൻ്റെ പുസ്തകം എഴുതി തുടങ്ങുന്ന സമയത്തുള്ള എന്നിലെ വായനക്കാരനായിരിക്കില്ല അത് എഴുതി പൂർത്തിയാക്കുന്ന സമയത്തുള്ള വായനക്കാരൻ. എനിക്ക് തന്നെ ഒരു പരിണാമം അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരുപാട് കൃതികൾ, ക്ലാസിക് കൃതികളായാലും അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ രചിച്ച കൃതികളൊക്കെ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടായിരിക്കും വായിക്കുന്നത്. ആദ്യകാലത്ത് ഉള്ള വായനയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കഥയറിയാനും ഇതിലൂടെ ഒന്ന് ഒഴുകി പോകാനുമുള്ള വായനയായിരുന്നെങ്കിൽ പിന്നീട് വായനയ്ക്ക് നമുക്ക് വേറൊരു തലം വരുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനുള്ള ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ലോകത്തും അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ചെറിയ 10% ലോകത്തും മാത്രം ഒതുങ്ങുന്നതല്ല. അതിനും അപ്പുറത്തേക്ക് മനസ്സിൻ്റെ 90% പോലും നമുക്ക് അതിൻ്റെ ശക്തി അറിഞ്ഞുകൂടാ. അതിനും അപ്പുറത്തുള്ള നമ്മുടെ ബുദ്ധിയുടെ എത്രയാണെന്നുള്ളത് നമുക്കറിയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പൂർണ്ണ പൊട്ടൻഷ്യലിൽ അയാൾക്ക് ഏത് കാര്യത്തിലാണോ ഇടപെടാൻ കഴിയുന്നത്, അത് സാഹിത്യമാകട്ടെ, കലയാവട്ടെ, അയാൾ ചെയ്യുന്ന ജോലിയാവട്ടെ, ആ പൊട്ടൻഷ്യലിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ആ രംഗത്തു നിന്ന് അയാൾക്ക് ഏറ്റവും അധികം ആസ്വാദ്യത കിട്ടുക. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്നിലെ വായനക്കാരൻ മറ്റുള്ള വായനക്കാരനെ കാണുന്നതിനേക്കാൾ ഉപരി ഇപ്പം ഞാൻ പല പുസ്തകങ്ങളുടെയും വളരെ പ്രശസ്തരായ നിരൂപകരെഴുതുന്ന പല നിരൂപണങ്ങൾ ഞാൻ കാണാത്ത ചില കാഴ്ചകൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ചോരശാസ്ത്രത്തിൽ ഇന്നിപ്പം 2 പഠനമുണ്ട്. ഡോക്ടർ പി കെ രാജശേഖരൻ്റെയും വി സി ശ്രീജൻ്റെയും പഠനം. ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പഠനം വായിക്കുമ്പോഴാണ് എൻ്റെ നോവൽ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇത് ഒരുപക്ഷെ അക്കാദമിക രീതിയിൽ ഞാൻ അതിനെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അത്തരം ഉൾക്കാഴ്ചകൾ തരുവാനായിട്ട് ഇത്തരം നിരൂപണങ്ങൾ പണ്ട് കാലത്തുള്ള വളരെ ശക്തമായ നിരൂപണങ്ങൾ സഹായിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം നമ്മൾ വായനയുടെ സംസ്കാരത്തിൻ്റെ ഒരു ലെവൽ കൂടി നമ്മൾ മുന്നോട്ട് കടക്കും. ഈ കടക്കുമ്പോൾ നമ്മളുടെ വായനക്കാരൻ വീണ്ടും അപ്ഡേറ്റഡ് ആവും. ഇതുകൊണ്ടാണ് എനിക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിന് 12 വർഷം എടുക്കേണ്ടി വരുന്നത്. കാരണം ആദ്യത്തെ എഴുത്തെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഹൃദയം കൊണ്ടായിരിക്കും, നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് ആ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക. പക്ഷേ പിന്നീട് ആ വായനക്കാർ എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ ഞാൻ 1 മാസം കഴിഞ്ഞോ അല്ലെ 2 മാസം കഴിഞ്ഞോ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എന്നിലെ വായനക്കാരൻ തൃപ്തനാവാതെ വരുന്നു. അവിടെ എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് പലതവണ കഴിഞ്ഞു. അപ്പം നമുക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഒ.വി. വിജയൻ എന്നുള്ള ഒരു എഴുത്തുകാരനെ എൻ്റെ മാനസ ഗുരുവായിട്ട് അക്കാലത്ത് സ്വീകരിച്ചു. ശരിയോ തെറ്റോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു ഒബ്സഷനായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. ഒ.വി. വിജയനെ പോലെ എഴുതുന്നതാണ് ഏറ്റവും വലിയ എഴുത്തെന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും ഞാൻ എഴുതിയ ആദ്യത്തെ മാനുസ്ക്രിപ്റ്റ് കടന്നു വരുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നീട് അത് എനിക്ക് തന്നെ ഒരു പ്രശ്നമായി എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ അതിൽ നിന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ പലതരത്തിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ഓരോന്നിലൂടെയും കടന്ന് എന്നിലെ വായനക്കാരനെ അന്നത്തെ നിലവിലുള്ള വായനക്കാരനെ ഏതാണ്ട് തൃപ്തിപ്പെടുത്താവുന്ന അവസ്ഥയിൽ എത്തുമ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകം എന്ന നോവൽ പൂർണ്ണമാകുന്നതും അത് പ്രസിദ്ധീകരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നതും. പക്ഷേ അതും അവിടെ അവസാനിക്കുന്നില്ല. ഇനി അതിന് 2 വർഷം കഴിഞ്ഞിട്ടാണ് ചോരശാസ്ത്രം വരുന്നത്. പക്ഷേ ഇന്നും വായിച്ചു നോക്കിയാൽ പലരും പറയും പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷയുമായിട്ട് ഒരു ബന്ധവുമില്ല ചോരശാസ്ത്രത്തിൻ്റെ ഭാഷ എന്ന്. അപ്പോൾ അവിടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു വായനക്കാരനെ ഉന്നം വെച്ചിരുന്നെങ്കിൽ 2 വർഷം കൊണ്ട് എനിക്ക് പുതിയൊരു വായനക്കാരനെ ഉന്നം വയ്ക്കാനാവില്ല, വായനക്കാരൻ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നിലെ വായനക്കാരനെയാണ് ഞാൻ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നോക്കുന്നത്. ഞാൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റേതായ മൂല്യങ്ങളെ, അതിൻ്റേതായ ഒരു സാഹിത്യത്തിൻ്റേതായ എന്ന് ഞാൻ കരുതുന്ന എൻ്റെ പഠനങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഞാൻ എത്തിച്ചേരുന്ന ഒരു വഴിയിലാണ്. അങ്ങനെയാണ് ഞാൻ ഇന്നും എഴുതുമ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതാണ് വേണ്ടത്, ഈ ജനറേഷൻ ഇതാണ് എന്നുള്ള ഒരു ധാരണയല്ല. എന്നിലെ വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് 10 പേരെ വായിക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് തൃപ്തി എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കൊന്ന് വിജയ് ജെയിംസ് എന്നിലെ വായനക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗാഢമായിട്ടുള്ള ഒരു വായന, ഗഹനമായിട്ടുള്ള ഒരു വായനയെക്കുറിച്ച് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. സീരിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പി എഫ് മാത്യൂസിനെ സംബന്ധിച്ച് ഈ ഒരു ഇപ്പം നമ്മൾ ചർച്ചയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ട പേരുകളുണ്ട്. ദസ്തേവ്സ്കി തൊട്ട് ചെക്കോവും ഫ്ലോബേറും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പം ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിൽ സീരിയസ് ലിറ്ററേച്ചറിൻ്റെ റോൾ എന്താണ്? അങ്ങനെ റോളുണ്ടോ? അങ്ങനെ സീരിയസ് ലിറ്ററേച്ചറിൻ്റെ ആവശ്യമുണ്ടോ? 1. 2, ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കാം? ഇതാണ് അങ്ങനെയുള്ള. വളരെ ഗൗരവമുള്ള സാഹിത്യം നമുക്ക് ആവശ്യമുണ്ട്. നോവലാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെങ്കിലും വളരെ ഗൗരവമുള്ള സാഹിത്യം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ സാഹിത്യം
ഇത് അക്യുമുലേറ്റ് ചെയ്താണ് അതൊരു സംസ്കാരമായിട്ട് മാറുന്നത്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് തോന്നുന്നത് നമ്മുടെ തെസ്യൂസിൻ്റെ കപ്പൽ പോലെയാണ്, ഷിപ്പ് ഓഫ് തെസ്യൂസ്. അത് പ്ലൂട്ടാർക്കിൻ്റെ ഒരു പാരഡോക്സാണ്. അതായത് ആ കപ്പൽ കാലങ്ങളായി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത് കേടുപാട് ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു, കപ്പലിൻ്റെ എല്ലാ ഉപകരണങ്ങളും നശിച്ചിരിക്കുന്നു. ഓരോ കാലങ്ങളിലും അത് പരിഷ്കരിച്ച് ഇപ്പോൾ അതൊരു പുതിയ കപ്പലായി മാറിയിട്ടുണ്ട്. എന്നാലും അതിനെ തെസ്യൂസിൻ്റെ കപ്പൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാരതീയമായി പറയുകയാണെങ്കിൽ ഈ ഒരു കോടാലി, അതിൻ്റെ അലകും പിടിയും മാറി, പലവട്ടം മാറി, എന്നാലിപ്പോഴും ആ മരം വെട്ടുകാരൻ്റെ കോടാലിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു പാരമ്പര്യമായിട്ട് ദീർഘകാലമായിട്ട്, അതായത് ഈ പുരാണങ്ങളുടെ കാലം തൊട്ട് കൈമാറി വന്ന ഒരു രചനാ സമ്പ്രദായത്തിൻ്റെ പുതുക്കൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ പുതുക്കൽ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമൂഹം അപജയത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്, ഒരു സമൂഹത്തിലും അത് സംഭവിക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗൗരവമുള്ള ഒരു സാഹിത്യം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കഥയായാലും നോവലായാലും ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് നോവൽ സാഹിത്യമാണെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും പരീക്ഷണാത്മകമായ കൃതികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ആദം തേൾവൽ എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റ്, അദ്ദേഹം ഒരു നോവൽ എഴുതിയത് നോവലിനെ കുറിച്ച് തന്നെയാണ്. അതായത് പുതിയ എഴുത്തുകാരാണ് അതിലെ കഥാപാത്രങ്ങൾ, അവരുടെ ടെക്നിക്കാണ്, എഴുത്ത് രീതികളാണ് അതിൻ്റെ വിവരണങ്ങൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ ജോയ്സിൻ്റെ നോവല് വിവർത്തനം ചെയ്യാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ അത് വിവർത്തനം ചെയ്യാൻ എളുപ്പമല്ല, അത് വേറെ തരത്തിലാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞപ്പോഴേക്കും ജോയ്സ് പറഞ്ഞത്, നിങ്ങളതിന് പറ്റിയൊരു ഭാഷ ഉണ്ടാക്കിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് വിവർത്തനം അത്രയൊക്കെ മതിയത്, അത് ഈ വിവർത്തകൻ ഒരു പ്രതിഭാധനനായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പഴയകാല വിവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ്റ്റോയെവ്സ്കിയുടെയും ചെക്കോവിൻ്റെയൊക്കെ വിവർത്തനം നമ്മൾ കാണുന്നത് അതിൻ്റെ ആശയം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരാണ്. അതിൻ്റെ ആശയമാണ് വെറുതെ, അതിൻ്റെ ഭാഷ നമുക്ക് കിട്ടുന്നില്ല. അതായത് ഉറപ്പാണ് ഈ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് കവിതയാണെന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് കാര്യമുണ്ട്. പക്ഷെ നമുക്കത് വിഷയമല്ല. കാരണം നമ്മൾ ഈ കഥയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്, ഈ നോവലുകളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോമിൽ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു സമൂഹമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ശ്രദ്ധ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, ഒരു കവിത വായിച്ചാൽ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിക്കും നമ്മൾ, അതെങ്ങനെ പറയാൻ പറ്റും? ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കഥയെന്നാണ് ചോദിക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ കഥ പറയാനുള്ളൊരു മാധ്യമമല്ലല്ലോ. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് അതിൻ്റെ കഥ എന്നാണ്. ഒരു നോവലിൻ്റെ അവസ്ഥ അതാണ്, എന്താണ് അതിൻ്റെ കഥ, അതിൻ്റെ തുടക്കം എന്താണ്, അതിൻ്റെ മധ്യം, അതിൻ്റെ നാടകീയത എന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് വിപണി കൂടുതൽ ശക്തമായ അതിൽ പിന്നെയാണ് എഴുത്തുകാർ അതിലേക്ക് കടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഇത് വിറ്റഴിക്കപ്പെടാം എന്നുള്ള മട്ടിലേക്ക് തിരിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കഴിയുന്നത്ര ഓരോ കൃതിയും എഴുതുമ്പോഴും ഇന്നലെ വരെ ചെയ്തിരുന്ന എഴുത്തല്ലാതെ പുതിയൊരു രീതിയിലേക്ക് കടക്കാനായിട്ട് ഞാൻ ഗാഢമായിട്ട് ശ്രമിക്കാറുണ്ട്. എങ്ങനെ മറ്റൊരു രീതിയിൽ പറയാൻ പറ്റും എന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്ലാൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. എഴുത്താണ് എന്നെ കൊണ്ടുപോകുന്നത്. അത് ഒരു തീരുമാനമില്ലാതെ എഴുതി തുടങ്ങുകയും ആ എഴുത്ത് എവിടെയൊക്കെയോ ചെന്ന് ചേരുകയും ഒരിടത്ത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതെനിക്ക് തീരുമ്പോൾ അറിയാം ഇത് തീർന്നു എന്നറിയാം, അത്രേ എനിക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു സത്തയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ പോലും 4 ട്രാക്ക് തലയിൽ കൂടി ഓടും. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ ഒരു കഥ പറയുമ്പോൾ ഒന്നിലേറെ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ കാപ്പിരി മുത്തപ്പനിൽ അടിയാളപ്രേതത്തിൽ കുഞ്ഞുമാക്കോതയുടെ കഥ പറയുമ്പോൾ, അച്ചമ്പിയുടെയും കുഞ്ഞുമാക്കോതയുടെയും കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാപ്പിരി മുത്തപ്പൻ്റെ കഥ പാരലായിട്ട് കടന്നു പോകും. കാരണം നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള അതേ കഥ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്തുകളുടെ ഒരു കാര്യം അതാണല്ലോ. അത് നമ്മൾ ഈ ഒരു ഹീറോയുടെ ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഹീറോയുടെ ജേണി അത് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വളരെ നവീനമായ രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്ന ഒരു നരേറ്റീവ് സമ്പ്രദായം അവതാളത്തിലായി പോകും. അങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപകടം. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീർണതയിലേക്കുള്ളൊരു പോക്കാണ്. എല്ലാവരും ഒരേ മട്ടിൽ ഓരോ പുതിയ കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ സാഹിത്യം ജീർണിച്ചു തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഞാൻ വിജയ് ജെയിംസിനോട് ചോദിക്കുകയാണ്, ഈ
സീരിയസ് ആയിട്ടുള്ള സാഹിത്യം എന്ന് പറയുന്നത് ആഢ്യരുടെയോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിരിക്കുന്ന സാഹിത്യം എന്ന അർത്ഥത്തിലാണോ? കാരണം നിങ്ങളുടെ നമ്മുടെ എഴുത്ത് തന്നെ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും, നിങ്ങൾ 3 പേരുടെ എഴുത്തെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ കഥാപാത്രങ്ങൾ, സബാൾട്ടൺ കഥാപാത്രങ്ങൾ, ഇപ്പം ചോരശാസ്ത്രത്തെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കള്ളൻ്റെ കഥയാണ്. അപ്പം ഈ സാധാരണക്കാരുടെ ജീവിതം പറയുമ്പോഴും എങ്ങനെയാണ് ഇതിനെ ഒരു സീരിയസ് എന്ന നിലയിൽ നമുക്കതിനെ നമ്മൾ മാറി വരുന്നത് എഴുത്തിൽ? സീരിയസ് എന്ന പദം ഇത് മാത്രമല്ല, ഇത് ഞാൻ ചേർത്ത് അങ്ങ് പറയണ്ടായി, എൻ്റെ എഴുത്താണ് എൻ്റെ ആക്ടിവിസം എന്നുള്ളൊരു പലപ്പോഴും ഉപയോഗിച്ച് കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇതിനെക്കൂടി ചേർത്തിട്ടാണ് ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ സീരിയസ് എന്ന പദം അവിടെ ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം സീരിയസ് എന്നോ മറ്റുള്ള വ്യത്യസ്തം മനഃപൂർവ്വമായിട്ട് കൊണ്ടുവന്നതായിരിക്കില്ല. ഇപ്പോൾ ചോരശാസ്ത്രം, അതിൻ്റെ അകത്ത് ഒരു കള്ളൻ്റെ കഥയാണ് പറയുന്നത്. നമ്മൾ സമൂഹത്തിലെ ഏറ്റവും അധമമെന്ന് കരുതുന്ന ഒരു കള്ളൻ്റെ കഥയിലൂടെ യഥാർത്ഥത്തിൽ ആ കള്ളൻ്റെ കഥ സരസമായിട്ട് പറഞ്ഞ് വായനക്കാരനെ നമ്മൾ കൊണ്ടൊരു കുഴിയിൽ ചാടിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പം കുഴിയിൽ ചാടിക്കുക പറഞ്ഞാൽ തെറ്റായ അർത്ഥത്തിലല്ല, അതിൻ്റെ ഒരു ദർശനത്തിലേക്ക്, ജീവിതത്തിൻ്റെ ഒരു ദർശനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഞാൻ ഏതോ ഒരു മഹാനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ നാവിൽ വരുന്നു, ഇതുപോലെ എനിക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല പേരുകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ജീവിതത്തിൻ്റെ ദർശനത്തെ മുന്നോട്ട് വയ്ക്കാത്ത ഒരു സാഹിത്യകൃതി യഥാർത്ഥ കൃതി അല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിലോസഫി എടുത്ത് അവിടെ ഫിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ആൻറ്റി ക്ലോക്ക് എടുക്കുക, ഒരു ശവപ്പെട്ടി പണിക്കാരനാണ് അതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രം. പക്ഷേ ആ ശവപ്പെട്ടി പണിക്കാരൻ്റെ ജീവിത അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ഓർഗാനിക്കായിട്ട് അതിനെ, ആ ജീവിതം, മരണം എന്ന ആ ഒരു പ്രതിഭാസത്തെ ഓർഗാനിക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന് അതിനെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ കൊണ്ടുപോവുകയാണ്. അത് നശ്വരത, നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്. അതല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് എന്നൊരു ബിംബം കൊണ്ട് പണ്ഡിറ്റിനെ കൊണ്ടുവരുന്നു. പണ്ഡിറ്റിനെ അവിടെ കൊണ്ടുവന്ന് ഒരു ആൻറ്റി ക്ലോക്ക് സൃഷ്ടിക്കുന്നതിലൂടെ നമ്മൾ സമയത്തെ അവിടെ വളരെ സ്വാഭാവികമായിട്ട് കഥയിലേക്ക് കൊണ്ടുവരിക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും. പലപ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ, നമുക്ക് സമയത്തെക്കുറിച്ച് ഒരു ബോധറേഷനും ഇല്ല. എന്താണ് സമയം നമ്മൾ അറിയുന്നില്ല, കാരണം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലേ. ജനനം എന്താണെന്ന് സത്യത്തിൽ നമുക്കറിയത്തില്ല, മരണം എന്താണെന്ന് നമ്മൾ അറിയത്തില്ല. ഇത് രണ്ടിനും ഇടയ്ക്ക് എപ്പോഴോ കഴിയുന്നു, തീർന്നു പോകുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു വശത്ത് ഒരു നിമിഷം നിന്നുകൊണ്ട് നമ്മളെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കുവാനായിട്ട്, നമ്മുടെ തന്നെ ഉള്ളിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്കൊരവസരം തരാത്ത കലയായാലും സാഹിത്യമായാലും അത് വളരെ ഉപരിപ്ലവമായിരിക്കും. ഈ മേളിക്കൂടെ ഒഴുകി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒരു എഴുത്തുകാരൻ വ്യത്യസ്തമായിട്ട് നോക്കുന്നത്, കാരണം ഈ സാഹിത്യത്തിൻ്റെ വായന എപ്പോഴും സംഭവിക്കുന്നത് വളരെ സ്വകാര്യതയിലാണ്. എല്ലാത്തരം ജാഗ്രതകളും ഒരു മനുഷ്യനിലേക്ക് വരികയും അവൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്ന, അപ്പോൾ ചിലപ്പോൾ അവൻ അതുവരെ വെച്ചു പുലർത്തിയ സകല ധാരണകളെയും അട്ടിമറിക്കുന്ന ചില ധാരണകൾ ഇവൻ്റെ ഉള്ളിലേക്ക് കടന്ന് കുറച്ചുകൂടി ആഴത്തിൽ അവനെ തന്നെ അനുഭവിക്കാനും സമൂഹത്തെയും ജീവിതത്തെയും അനുഭവിക്കാൻ, ഇതാണ് കലകളുടെയും സാഹിത്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സാധിക്കാത്ത വിധത്തിലുള്ള എഴുത്തുകൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ 25 വർഷം കൊണ്ട് ചിലപ്പോൾ എനിക്ക് അത്രയും കൃതികൾ ഉണ്ടാവണമെന്നില്ല. എഫ് മാത്യൂസ് പറഞ്ഞതുപോലെ എന്നെയും ഡ്രൈവ് ചെയ്യുന്ന അതാണ്. എനിക്ക് യാതൊരു ചിട്ടകളും, എനിക്ക് എഴുത്തിൽ ചിട്ടയെ പാടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നവരാണ്. പലരും പറയും മടി കൊണ്ടാണ്. ആയിക്കൊള്ളട്ടെ, എനിക്ക് കുഴപ്പമില്ല. എഴുതാതിരിക്കാനുള്ള എൻ്റെ ശ്രമങ്ങളുടെ പരാജയമാണ് എഴുത്തെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ കഴിയുന്നതും എഴുതാതിരിക്കും. എന്നാൽ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഈ സാധനം എന്നെ കൊണ്ട് എഴുതിച്ചാൽ മാത്യൂസ് പറഞ്ഞത് അതിൻ്റെ പുറകെ പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്ട്രക്ചർ വെച്ച് ഇങ്ങനെ എഴുതി കളയാം, ഇപ്പം നല്ലോണം ചിലവാകും, ഈ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സമയമാണ്, അതിനുവേണ്ടി ഇന്ന കോമ്പിനേഷൻസ് ഒക്കെ ഇട്ടിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഇത്ര സാധനങ്ങൾ കിട്ടും, ഇതും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ന ചിന്തയിൽ എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. എഴുതിയില്ലേ എനിക്കൊരു പ്രശ്നമില്ല. അതാണ് എൻ്റെ രചനയുടെ ഒരു രീതി പൊതുവായിട്ട്. എനിക്കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സാഹിത്യത്തിനൊരു ആഫ്റ്റർ ലൈഫ് ഉള്ളതാണ്. അപ്പം അത് പുസ്തകങ്ങൾ അതിൻ്റെ അന്തസത്ത സിനിമകളായി മാറുന്നതും അതുപോലെ ട്രാൻസ്ലേഷൻസും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു വിജയ് ജെയിംസിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകം ട്രാൻസ്ലേഷൻ കഴിഞ്ഞതോടെ പുതിയ വായനക്കാരെ കണ്ടെത്തിയിട്ട് പുതിയ സാധ്യതകൾ ഉണ്ടാവുകയാണ്. മനോജ് കുറൂറിൻ്റെ പുസ്തകം സ്പാനിഷിലോട്ടും ജർമ്മൻ ഭാഷയിലേക്കും ട്രാൻസ്ലേഷൻ വരികയാണ്. തമിഴ് ഭാഷയിലുണ്ടാകുന്ന ട്രാൻസ്ലേഷൻ ഉണ്ടാക്കുന്ന ഒരു പുതിയ വായനയുടെ അനുഭവം, ഒരു പുതിയ അപ്പം ഇത് നമ്മൾ ഈ എഴുതുന്ന ഈ പണിയെടുക്കുന്ന കാര്യമുണ്ടല്ലോ, ഈ പണിയെടുക്കുന്നത് വർഷങ്ങളോളം കഴിഞ്ഞിട്ടും പ്രസക്തമായി നിൽക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോഴാണ് അത് പ്രസക്തമായി നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ്റെ സാധ്യതകൾ, ഈ ട്രാൻസ്ലേഷൻ എത്രത്തോളം ഒരു പുതിയ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എഴുതുമ്പോഴത്തേക്ക് മറ്റൊരു സംസ്കാരത്തെ കൃത്യമായിട്ട് നമുക്ക് സ്വാധീനിക്കാനും അവരുടെ ചിന്തകളുമായിട്ട് ആ ഒരു പാലം പണിയാനും പറ്റുന്നത്?
എൻ്റെ ആദ്യത്തെ 2 നോവലുകളും തമിഴിലേക്കാണ് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക വെച്ചാൽ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ കരുതേണ്ട കാര്യമില്ല. ഒരു ഭാഷയിൽ നിന്ന് അതേ ഭാഷയിലേക്കുള്ളൊരു ട്രാൻസ്ലേഷൻ പോലെയാണത് അനുഭവപ്പെടുക. കാരണം പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമായിട്ട് മലയാളിത്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർവഹിക്കപ്പെട്ട ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ചീരാമകവി എന്നും ഒക്കെ അക്കാഡമിക്കായിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്നത്തെ കാലത്തെ സാഹിത്യം വരെ വരുന്ന ഒരു സംഗതിയുണ്ട്. അതേസമയത്ത് കേരളവും തമിഴ്നാടും ഷെയർ ചെയ്തിരുന്നൊരു പ്രാചീന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ തമിഴിൽ ഈ നോവല്, ആദ്യത്തെ നോവല് പ്രത്യേകിച്ച് നിലമ്പൂത്ത് മറന്നാളൻ്റെ നോവല് പ്രത്യേകിച്ച് നന്നായിട്ട് എന്താ പറയണ്ടത്, മറ്റ് തമിഴ് നോവലുകളെക്കാൾ എന്താണ് അതിൻ്റെ ഈ വായനക്കാരുടെ എണ്ണത്തിലും മറ്റുമൊക്കെ മുമ്പിൽ വരിക എന്ന് പറഞ്ഞൊരു സംഗതി തമിഴിൽ സംഭവിച്ചു. അത് അവിടെ തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കത് അത്തരത്തിലുള്ളൊരു സ്വീകരണത്തിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാവും. ഏറ്റവും അമ്പരന്ന് പോയൊരു കാര്യം, തമിഴിലെ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ജോഡി ക്രൂസ്, ഇത് ചോദിച്ചുകൊണ്ട് മാത്രം പറയാണ്, ജോഡി ക്രൂസ് ഈ നോവൽ വായിച്ചിട്ട് അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊരു 1 മണിക്കൂർ നേരം അദ്ദേഹം സംസാരിച്ചു ഈ നോവലിനെ കുറിച്ച്. പിന്നീട് ഇദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എവിടെയാണ്, അല്ല എന്നെ വിളിച്ചു അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, അപ്പോൾ ഞാനിവിടെ വണ്ടിപ്പെരിയാറ്റിലാണ്, മനോജ് കോട്ടയത്തുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ വന്ന് ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേറെ ഉദ്ദേശമുണ്ടോ ചിലപ്പോൾ ഇല്ല, ഈ നോവൽ എഴുതിയ ആളെ ഒന്ന് കാണുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അവാർഡ് അത് തമിഴിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞ എന്താ പറയുക, ട്രാൻസ്ലേഷൻ കൊണ്ടുണ്ടായ വേറൊരു സ്പേസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഒരു സ്വീകാര്യത നമുക്ക് തമിഴിൽ കിട്ടി. ഇംഗ്ലീഷിൻ്റെ എനിക്ക് കൃത്യം അറിയില്ല വാസ്തവത്തിൽ, കാരണം വെച്ചാൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിപ്പോൾ അടുത്തിടയ്ക്ക് മറ്റേ KLF-ലുള്ള പുരസ്കാരം അതിന് കിട്ടി, ഫിക്ഷൻ പുരസ്കാരം. പക്ഷേ എനിക്ക് വായനക്കാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എനിക്ക് കൃത്യം ഈ രീതിയിൽ അറിയില്ല. തമിഴിൽ ഉള്ള സംഗതികൾ അറിയാം. എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തമിഴിലാകുമ്പോഴേക്കും നമുക്കത് വേറൊരു ഭാഷയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് പോലുള്ളൊരു ഭാഷയാകുമ്പോഴേക്കും കുറച്ച് വെല്ലുവിളികൾ കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ നിലമ്പൂത്ത് മറന്നാൾ പോലെ ഭാഷയിൽ ഈ രീതി ശ്രദ്ധിച്ച ഒരു സംഗതി വേറെ ഒരു ഭാഷയിലേക്ക് പൂർണ്ണമായും ലാംഗ്വേജ് സ്ട്രക്ചർ തന്നെ പൂർണ്ണമായും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വായന അനുഭവം എന്താണെന്ന് വാസ്തവത്തിൽ ആ ഭാഷ വായിച്ചുള്ള ആൾക്കാർ തന്നെ പറഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ദസ്തയേവ്സ്കിയുടെ ഒക്കെ നോവലുകൾ നമ്മൾ മലയാളത്തിലാണ് ആദ്യം വായിക്കുന്നത്. NK ദാമോദരൻ്റെ, ഇടപ്പള്ളി കരുണാകരമേനോൻ്റെ ഒക്കെ ട്രാൻസ്ലേഷനിലൂടെയാണ് നമ്മൾ വായിക്കുന്നത്. മറ്റേ പാവങ്ങൾ മറ്റേ നാലപ്പാട്ട് നാരായണമേനോൻ്റെ ഭാഷ. പക്ഷേ എനിക്ക് മറ്റേതാണ് കൂടുതൽ പോപ്പുലറായത് ഈ ദസ്തയേവ്സ്കിയുടെ നോവലുകൾ. എനിക്ക് തോന്നുന്നു പെരുമ്പടവം ശ്രീധരൻ ആ ഒരു ഭാഷയിലാണ് ഈ ദസ്തയേവ്സ്കിയുടെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനം പോലുള്ള നോവലുകളിൽ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ യയാതിയുടെ ഭാഷ വാസ്തവത്തിൽ ട്രാൻസ്ലേഷൻ വളരെ കൗതുകകരമാണ്. അദ്ദേഹം യയാതി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കോളേജിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട അത്രയേറെ അടുപ്പമുണ്ടായിരുന്ന മാധവൻപിള്ള സാറാണ്, P. മാധവൻപിള്ള സാറാണ്. നമ്മൾ VS ഖാണ്ടേക്കറുടെ ഭാഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് വാസ്തവത്തിൽ P. മാധവൻപിള്ള സാറിൻ്റെ ഭാഷയാണ്. അദ്ദേഹം അത് ഹിന്ദിയിൽ നിന്നാണ് വിവർത്തനം ചെയ്തത്. മറാത്തി നോവൽ അദ്ദേഹം ഹിന്ദിയിൽ നിന്നാണ് വിവർത്തനം ചെയ്തത്. മറാത്തി ഭാഷയിൽ ഇതിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ട്രാൻസ്ക്രിയേഷനാണ്. ട്രാൻസ്ലേഷൻ എപ്പോഴും ട്രാൻസ്ക്രിയേഷനാണ്. അത് ഇപ്പോൾ സ്പാനിഷിൽ നിന്നുള്ള നോവലുകൾ, ഇപ്പോൾ ഈഡിത്ത് ഗ്രോസ്മാനെ പോലുള്ള ഒരാൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ എന്താണ് ഈ മറ്റേ സർവാന്തസിൻ്റെ നോവൽ ഡോൺ ഖിഹോത്തെ, അത് അദ്ദേഹം ഇപ്പോൾ അടുത്തിടയ്ക്ക് ഈഡിത്ത് ഗ്രോസ്മാൻ്റെ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി ഫോളോ ചെയ്തു. കാരണം വെച്ചാൽ ആദ്യം ഉണ്ടായിട്ടുള്ള ട്രാൻസ്ലേഷൻ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള സംഗതികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈഡിത്ത് ഗ്രോസ്മാൻ ഇപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. അറിയാലോ, സ്പാനിഷിൽ നിന്നുള്ള ഏറ്റവും പ്രസിദ്ധരായ ട്രാൻസ്ലേറ്റർ കൂടിയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ട്രാൻസ്ലേഷനിലൂടെ ഉണ്ടാകുന്ന ഒരു എന്താ പറയണ്ടേ, ഈ സെൻസിബിലിറ്റിയുടെ ഒരു പുതുക്കലുണ്ട്, അപരലോകങ്ങളുമായിട്ടുള്ളൊരു പരിചയപ്പെടൽ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇതൊക്കെ നമ്മളും അനുഭവിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നോവലുകൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തമിഴിനെ ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്ലേഷൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എനിക്കൊന്ന് നമുക്ക് ഇനി ഈ ഒരു സെഷൻ ഓപ്പൺ ചെയ്യാം. ഓഡിയൻസിന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജെയിംസ് സാറിനോടാണ് ചോദ്യം. അങ്ങയുടെ നിരീശ്വരൻ എന്ന നോവലിൽ 1/4 നൂറ്റാണ്ട് കാലം ഓർമ്മ നഷ്ടപ്പെട്ട് 25 കൊല്ലക്കാലം ഓർമ്മ നഷ്ടപ്പെട്ട് കിടക്കുന്നൊരു കഥാപാത്രമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ ഒരു കഥാപാത്രം ഭാവന സൃഷ്ടിയാണോ, അതിന് പൂർവ മാതൃക എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ?
അത് പൂർണ്ണമായിട്ടും ഭാവനാ സൃഷ്ടിയാണെന്ന് പറയാനും പറ്റില്ല. കാരണം എനിക്കുണ്ടായ 1-2 അനുഭവങ്ങളാണ് എന്നെ അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചത്. അത് ഒന്ന്, എൻ്റെ മോൻ വളരെ ചെറുപ്പത്തിലൊരു 2 വയസ്സോ മറ്റോ ഉണ്ടായിരിക്കും. അവനും പെട്ടെന്ന് ഒരു കസേരയിൽ നിന്ന് മറിഞ്ഞ് വീണ് ചുണ്ടൊന്ന് പൊട്ടി. അപ്പോൾ അത് കൊച്ചുകുട്ടി ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണമെന്നെങ്കിൽ അവന് അനസ്തേഷ്യ കൊടുക്കണം. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. വൈഫ് ആ സമയത്ത് ചങ്ങനാശ്ശേരി നാട്ടിൽ പോയിരിക്കുന്ന സമയമാണ്. ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ഈ സമയത്ത് ഇവൻ അങ്ങോട്ട് കിടന്ന് നിലവിളിക്കുക, അച്ചോ 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 എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കും. അപ്പോൾ നമുക്ക് സങ്കടം, നമ്മളെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ, പറിച്ചുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകുന്നു. അപ്പുറത്തെ മുറിയിലേക്ക് കേൾക്കുന്നു. ഇവൻ്റെ നിലവിളി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, അച്ചോ 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 എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അച്ഛാ 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 എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ശബ്ദം തീരുന്നു. അപ്പോൾ ഇത് ഞാനിവിടെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവനെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു വന്ന് മുറിയിൽ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് ആദ്യം പതുക്കെ അച്ഛാ അച്ഛാ, നേരത്തെ എങ്ങനെയാണോ നിന്നത് അതിൻ്റെ നേർ വിപരീതമായിട്ട് കൂടി വന്ന് അവസാനം അച്ചോ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി തിരിച്ച്. അപ്പം ഇത്രയും സമയത്തേക്ക്, കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയ സമയത്തേക്ക് ഇവൻ്റെ ബോധം എവിടെ പോയി ഞാനൊന്ന് ചിന്തിക്കുന്നു. ഇനി രണ്ടാമതൊരു അനുഭവം ഉണ്ട്. എൻ്റെ VSSലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ നടത്തിയ സമയത്ത് അനസ്തീഷ്യ കൊടുത്തിട്ട് ഒരു ഹെമറേജ് ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം അങ്ങ് അബോധത്തിലായിട്ട് ക്രിട്ടിക്കലായ സമയത്താണ് ഞാനിത് അറിയുന്നത്. അപ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളാൻ ഒക്കെ പറയുന്ന ഒരു സ്റ്റേജ് എത്തി. ഞാൻ എറണാകുളത്താണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി കയറി എറണാകുളത്ത് ചെന്ന് അദ്ദേഹത്തിനെ കിടത്തിയിരിക്കുന്നത് കാണുമ്പോൾ കയറി കണ്ടോളാൻ പറഞ്ഞു. ഒരു റെസ്പോൺസും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ കയറി കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് വൈഫ് എല്ലാം നിൽപ്പുണ്ട്. ഇവരൊക്കെ ഒരു പ്രതികരണമില്ല. ഞാനിങ്ങനെ കൈ പിടിച്ചു, ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും, വെറുതെ എന്തോ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിശ്ചലനായി കിടക്കുന്ന പുള്ളിയുടെ കണ്ണീരിങ്ങനെ കരയുവാണ്. എന്നിട്ട് ഈ മനുഷ്യൻ അതിനുശേഷം കുറച്ച് 10-14 ദിവസത്തിന് ശേഷം ഒരു അത്ഭുതം പോലെ റിക്കവർ ചെയ്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, കേട്ടാൽ വിശ്വസിക്കാത്ത കുറേ കാര്യങ്ങൾ. ഈ സമയത്ത് എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം അനുഭവിച്ച സമാന്തരമായ കുറേ കാര്യങ്ങൾ. ഈ സമയത്ത് ഇദ്ദേഹം കിടക്കുന്ന സമയത്ത് അതിൻ്റെ ചേട്ടൻ്റെ വൈഫ് മരിച്ചുപോയി. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ചേച്ചി, അമ്മയെപ്പോലെ കരുതിയിരുന്ന ഈ മരിച്ച ചേച്ചിയൊക്കെ ഇദ്ദേഹം ഈ കിടന്ന ആ അബോധാവസ്ഥയിൽ അദ്ദേഹം കാണുകയും അവരുമായിട്ടുള്ള സംവേദനങ്ങൾ, അതുപോലെ പല കാര്യങ്ങളും, അത് പോട്ടെ, അദ്ദേഹം എന്നോടൊരു. അപ്പോൾ ഈ 2 കാര്യങ്ങളും, അതുപോലെ സമാന്തര ജീവിതം, സമയത്തിൻ്റെ ടൈം ട്രാവൽ എന്ന് പറഞ്ഞ സമാന്തര ജീവിതം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ 3 ഡയമെൻഷനിലാണ് ജീവിക്കുന്നത്. 4th ഡയമെൻഷൻ ഉണ്ട്, 5th ഡയമെൻഷൻ ഉണ്ട്, അങ്ങനെ അപ് ടു 11 ഡയമെൻഷൻസ് വരെ ഉണ്ടെന്നാണ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുന്നത്. ഇതിൽ ഒരു ഡയമെൻഷൻ 7th ഡയമെൻഷനിലൊക്കെ എത്തുമ്പോഴും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഇരിക്കുന്നത് പോലെ ഇതേ ആൾക്കാർ ആ ഡയമെൻഷനിൽ അവിടെ ഉണ്ടാവും എന്നാണ് സയൻസ് പറയുന്നത്. ഇതെല്ലാം മാത്തമാറ്റിക്കലായിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് നമ്മുടെ ലോജിക്കിൽ? അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല വ്യക്തം എന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ കുറേ ഫിലോസഫിക്കലായിട്ടുള്ള ചില ട്രാവൽസിൻ്റെ ഇടയ്ക്ക് ഈ യഥാർത്ഥത്തിൽ വയസ്സാകുക എന്ന് പറയുന്ന സമയം എന്താണെന്നുള്ള കുറേ അന്വേഷണങ്ങൾ, സമയം സ്റ്റില്ലാകാൻ പറ്റുമോ, സമയത്ത് ഇന്നിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചബിളാണ്, ഇലാസ്റ്റിക്കാണ്. സമയത്തിന് കൂടുകയും കുറയുകയും ഇലാസ്റ്റിക്കായിട്ട് സഞ്ചരിക്കും. ചിലപ്പം നിങ്ങൾ ഇവിടുന്ന് ഒരു പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഒരു റോക്കറ്റിൽ ഇവിടുന്ന് കയറിയിട്ട് ഈ ഭൂമിയിൽ ഒരു 25 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ പ്രായം കൂടിയിട്ടുണ്ടാവുക 1 വർഷമോ മറ്റോ ആയിരിക്കും. ഞാൻ ഏതാണ്ട് കണക്ക് പറഞ്ഞതേ ഉള്ളൂ. തിരിച്ചു വരുന്നത് നിങ്ങൾ ഭൂമിയിൽ 25 വർഷം കടന്നു പോയിട്ടുണ്ടാകും. അപ്പം വേഗത്തിനനുസരിച്ചിട്ട് സമയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പോൾ ഇങ്ങനത്തെ ശാസ്ത്രവും ഈ സമാന്തര ലോകത്തെക്കുറിച്ചുള്ള അറിവുകളും, ഈ ഇന്ദ്രജിത്ത് എന്ന കഥാപാത്രം അദ്ദേഹം മയങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹം സമാന്തരമായിട്ട് വേറെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ജീവിച്ച് തിരിച്ചു വരുന്ന അദ്ദേഹത്തിന് ആ ഓർമ്മ കിട്ടുമ്പോഴാണ് അദ്ദേഹം സമാന്തര ലോകത്ത് കണ്ട ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം വരുന്നത്. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഒരിക്കലും ഇസ്താഖ് സാറ് എന്നോട് പറഞ്ഞു PJ ജെയിംസ് സാറിനെ പഠിക്കണമെന്ന്. ഞാൻ ഇതുവരെ പഠിച്ചില്ല, സോറി. ചോദ്യം മനോജ് കുറൂർ സാറിനോടാണ്. സാറ് മുട്ടത്തുവർക്കി സാറ് ഒത്തിരി നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ജനകീയനാണ്. അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ പലരും കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാവ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകളെ കഴിഞ്ഞും മികച്ചതല്ലേ അദ്ദേഹത്തിൻ്റെ കാവ്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാറ് കവിതയിൽ തുടങ്ങിയിട്ട് ഗദ്യത്തിലേക്ക് ചേക്കേറി എന്ന് കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമാണ്. സാറ് ഇപ്പോഴും രഹസ്യത്തിലെങ്കിലും, ഇസ്താഖ് സാറ് അനേകം കവിതകൾ രഹസ്യത്തിൽ എഴുതിയ മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച പോലെ
അനുദിനം അദ്ദേഹം കവിതാ വ്യാപാരത്തിൽ ബഹുമാനപ്പെട്ട മനോജ് കുറൂർ സാറ് വ്യാപരിക്കുന്നുണ്ടോ എന്നറിയാനുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്തൊരു ചോദ്യം മാത്രം ഉന്നയിക്കുന്നു. ഉത്തരം കിട്ടുവാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, മരണശേഷമൊന്നുമല്ല, ഇപ്പം തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ മാതൃഭൂമിയുടെ റിപ്പബ്ലിക് പതിപ്പിൽ ഒരു കവിതയുടെ ട്രാൻസ്ലേഷൻ, മറ്റേ ഒരു മണിപ്പൂരി കവിതയുടെ ട്രാൻസ്ലേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ തന്നെ ഓണപ്പതിപ്പിൽ കവിത ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, കവിത വിട്ട് നോവലിലേക്ക് ചേക്കറി ഇങ്ങനൊരു സംഗതി ഒന്നും ഇല്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സാഹിത്യ ലോകത്തെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. കാരണം വെച്ചാൽ കവിത വിട്ട് നോവലിലേക്ക് ഇപ്പോൾ അറിയാലോ, എത്രയോ നോവലിസ്റ്റുകൾ, ഇപ്പോൾ റോബർട്ടോ ബൊലാഞ്ഞോ റൊമാൻറ്റിക് ഡോഗ്സ് എന്ന് പറയുന്ന കവിതാ സമാഹാരവും അതേപോലെ തന്നെ ബാക്കി എത്രയോ നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ മറ്റേ സാമുവൽ ബെക്കറ്റ്, ആരുടെ വേണമെങ്കിലും എടുത്തുള്ളൂ, ഏത് പേരെടുത്താലും എല്ലാവരും നോവലുകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഗതിയാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു പ്രത്യേക അത് എഴുതപ്പെടുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഇനിയും കവിതകൾ എഴുതും, എനിക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ എഴുതാത്തൊരു കവിതയെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും കവിത എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതും. ചിലപ്പോൾ നോവൽ എഴുതാണ്ട് ഒരു സംഗതിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ അത് നോവലായിട്ടായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും നേരത്തെ ജെയിംസ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഫോഴ്സ്ഡായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചെയ്താൽ മതി എന്നേ ഉള്ളൂ, അല്ലാതെ നിരന്തരം അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയില്ലാന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള വായനാശീലത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പല എഴുത്തുകാരുമുണ്ട്. അവരെക്കുറിച്ചുള്ളൊരു കൺസേൺ തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ആലോചിക്കുന്നു, തോമസ് ജോസഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അമ്മയുടെ ഉദരം അടച്ചെന്ന് പറയുന്ന നോവൽ, അല്ലെങ്കിൽ മറ്റേ പരലോകവാസസ്ഥലങ്ങൾ, ഈ 2 നോവലുകൾ എന്തൊരു അതിഗംഭീരമായ നോവലുകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അവസ്ഥയും ഏകദേശം അതേപോലുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്ത പോലെ തന്നെയുള്ളൊരു തരം എന്താ പറയണ്ടേ, അങ്ങനെ ഞാൻ പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലായിരുന്നെങ്കിൽ അത്രയേറെ ആഘോഷിക്കപ്പെടുമായിരുന്ന ഒരു നോവലിസ്റ്റാണ് തോമസ് ജോസഫ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അമ്മയുടെ ഉദരം അടച്ച് മാത്രമല്ല, ആ പരലോകവാസസ്ഥലങ്ങൾ തുടങ്ങുന്ന തൊട്ട് തന്നെ ഒരു വളരെ വിഭ്രമിപ്പിക്കുന്ന, വളരെ ഇമാജിനറി ആയിട്ടുള്ള വളരെ വിഭ്രമിപ്പിക്കുന്ന ഒരു ദേശകാല ലോകങ്ങളും അതേപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളും ഇങ്ങനെ അറിയാലോ. അത് 2 നോവലുകളും അത്രയേറെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള നിരവധി നോവലിസ്റ്റുകൾ എനിക്ക് തോന്നുന്നത് വളരെ ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വലിയൊരു ട്രെൻഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പോകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ചില നോവലുകൾ, ഇങ്ങനെയുള്ള നോവലിസ്റ്റുകളാണ് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു പരിഭവം എനിക്കുണ്ട്. ഞാനും കൂടി ചേർന്ന വായനാ സമൂഹം, ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എന്തോ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് പറയും, ഞാൻ കൂടുതൽ വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് വായനക്കാരൻ എന്നുള്ള ഒരു സ്പേസിനെ പൂർണ്ണമായിട്ടും എൻ്റേതെന്നും കൂടെ കണക്കാക്കുന്ന ഒരു ആളാണ്. അല്ലാതെ എഴുത്തുകാരനായിട്ട് നിന്നിട്ട് വായനക്കാരനോട് സംസാരിക്കുന്ന അതിനൊക്കെ കൂടുതൽ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ച് മാത്രമായിട്ട് മാറുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സാഹിത്യത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, ആ കഥാപാത്രം എന്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, ഇങ്ങനെ ഒരു രീതി മാത്രമാണ്. അതിന് എസ്തെറ്റിക്സിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ റെനെ മഗ്രത്തിൻ്റെ പൈപ്പിൻ്റെ ഒരു ചിത്രമുണ്ട്. അദ്ദേഹം ഒരു പൈപ്പ് വരച്ചിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് എ പൈപ്പ്. റെപ്രസെൻറ്റേഷൻ എന്നൊരു സംഗതി എത്രത്തോളം പ്രശ്നഭരിതമാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നാം തരം ഒരു ചിത്രമാണ്. ഇങ്ങനെ പിന്നെ അതേപോലെ സാഹിത്യം എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പോൾ ലിറ്റററിനെസ് എന്ന് പറയുന്ന സംഗതി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ലിറ്റററിനെസ് എന്ന് പറയുന്ന ഒരു സംഗതി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. തിയററ്റിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സാഹിത്യത അല്ലെങ്കിൽ സാഹിത്യപരത എന്നുള്ളത് മറ്റെഴുത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? എസ്തെറ്റിക്സിലെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. വാസ്തവത്തിൽ സാഹിത്യത്തിന് അതിൻ്റെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റിക്ക് അതിൻ്റെയുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റേതായിട്ടുള്ള സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ജൈവികമായ ക്രിയേറ്റീവായിട്ടുള്ളൊരു സൃഷ്ടി നടത്താൻ മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. ജീവൻ്റെ രഹസ്യം വേണമെങ്കിൽ ഈ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സംഗതി മാറുള്ളൂ. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നൊരു സംഗതി മനുഷ്യരിൽ തന്നെ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റിയിൽ കൂടുതൽ ഊന്നണ്ട, സാഹിത്യതയിൽ എല്ലാ എഴുത്തും ഒരുപോലെയല്ല, സാഹിത്യതയിൽ കൂടുതൽ ഊന്നേണ്ട ഒരു കാര്യമാണ്. ഇതിലൂടെ ഈ യന്ത്രവൽക്കരണത്തെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്നും കൂടി കരുതുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് ഈ കൊതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിലും ഈ ചർച്ചയിൽ വരേണ്ട ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശരി. ഫിലിംസായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നോവൽസിലേക്കും റീഡേഴ്സ് കൂടുകയാണ്. അപ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ്. സോ ന്യൂ ജനറേഷൻ ആൾക്കാർക്കായാലും അത് ലിറ്ററേച്ചറിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സാറിന് എന്തുകൊണ്ടാണ് അതിനോടൊരു വിമുഖത എന്നതാണ് എൻ്റെ ചോദ്യം. ആളുകളുടെ എണ്ണം കൂട്ടുന്നതാണോ ഒരു കലയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യമാണ് അതിനെ എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇതൊരു വിപണി മാത്രമായിട്ട് തീരും. ഇത് അല്ല, വിപണിയാണത്. അതായത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മുതൽ മുടക്കുള്ള ഒരു ഏർപ്പാടാണ്. കോടികളുടെ മുതൽ മുടക്കുണ്ട്. അപ്പോൾ ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അക്രമം കാണിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും. സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഞാനും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനമായ ചർച്ച ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതെങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ്. അവിടെ നഷ്ടപ്പെടുന്നത് ഒരു കലാത്മകമായ അല്ലെങ്കിൽ സർഗാത്മകതയാണ് നഷ്ടപ്പെടുന്നത്. വിപണി കയറി ടേക്ക് ഓവർ ചെയ്യാണ് കാര്യങ്ങളെ. അതാണ് എൻ്റെ ഭയം, മറ്റൊന്നുമല്ല. അപ്പോൾ ഇത്രയും ഒരു ഗംഭീരമായ ഒരു സംസ്കാരമുള്ള ഒരു പ്രദേശത്ത് മാർക്കറ്റ് മാത്രമാണ് സത്യം എന്നുള്ളൊരവസ്ഥ വരുന്നത് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളുടെ കാര്യത്തിലും പബ്ലിഷറുടെ താല്പര്യമാണ് നടപ്പാക്കപ്പെടുന്നത്. അതല്ലാതെ ഈ വായനക്കാരിലേക്ക് ഒരു താല്പര്യം ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു, അത്തരം കൃതികൾ ഉണ്ടാകുന്നു, അത് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു, കൂടുതൽ പണം ഉണ്ടാകുന്നു. അങ്ങനെയാണ് മലയാളത്തിലെ സിനിമ ഇത്രയ്ക്കധികം അക്രമാസക്തമായി തീർന്നത്. അത് തന്നെ സാഹിത്യത്തിൽ സംഭവിക്കണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷെ അതിനോടൊപ്പം തന്നെ ബിസിനസ്സും കലയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അത് കലാകാരന്മാർക്കും കൂടെ ഒരു രീതിയിൽ നല്ലത് തന്നെയല്ലേ? അത് അത്രയും റിവാർഡിംഗ് ആയിട്ട് മാറുമ്പോൾ ആളുകളും അതിലേക്ക് വരുമ്പോൾ ഡസന്റ് ഇറ്റ് മേക്ക് തിങ്സ് ബെറ്റർ ഇൻ എ വേ? കാശ് കിട്ടുമെന്നല്ലേ? അതെ, ഓഫ് കോഴ്സ് കാശ് എല്ലാവർക്കും വേണമെന്നുള്ള കാര്യമാണല്ലോ. പൈസ ആവശ്യമാണ്, അതിൽ യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷെ നല്ല കലാസൃഷ്ടി ചെയ്ത് വിറ്റഴിക്കപ്പെടുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവലുകൾ പിറവികൊള്ളുന്നൊരു കാലം കൂടിയാണിപ്പോൾ. മലയാള നോവൽ സാഹിത്യത്തിൽ നിരൂപണം എന്നൊരു ശാഖ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനോടുള്ള പ്രതികരണം എന്താണെന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ജെയിംസ് സാറിനോട് ഞാൻ സംസാരിച്ചാണ്. ഇപ്പം DC അവാർഡ് കിട്ടിയ ഷംസുദ്ദീൻ കുട്ടോത്തിൻ്റെ ഇരിക്കാവ് കാപ്പ് എന്ന നോവൽ, അതൊരു ദേശം തന്നെയാണ് മുഖ്യ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ദേശത്തെ അഡ്രസ്സ് ചെയ്ത നോവലിൽ ഇപ്പം UK കുമാരൻ്റെ തക്ഷകുന്നായാലും അശോകട്ടൻ്റെ കാട്ടൂർ കരവായാലും ഈ സന്തോഷിൻ്റെ അന്ധകാരനാഴയം, അതിലൊക്കെ ദേശത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പൊളിറ്റിക്സും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഈ പുതിയ കാലത്ത് നോവലിലെ ദേശം വരുന്നത് വെറും അതിൻ്റെ ഒരു സാമൂഹ്യ നില അർത്ഥത്തിലേക്ക് രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതൊന്നും മലയാള നോവൽ സാഹിത്യം നിരൂപണത്തിന് വിധേയമാക്കപ്പെടുന്നില്ല. മറ്റൊരു കാര്യം, പ്രമുഖരായ എഴുത്തുകാരുടെ നോവലിനെ കുറിച്ച് ഒരു വിമർശനാത്മകമായ ഏതെങ്കിലും ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഉന്നയിക്കപ്പെടുന്നവർ വായനക്കാരായാലും എഴുത്തുകാരായാലും തമസ്കരിക്കപ്പെടുന്ന ഒരു പ്രവണത മലയാള സാഹിത്യത്തിലുണ്ട്. അതിൽ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം സംഭവിക്കുന്നുണ്ടോ? ഞാനൊരു നല്ല നിരൂപണം വായിച്ചിട്ട് കാലം കുറേയായി. കാരണം ഈ നിരൂപണ ലേഖനങ്ങൾ പ്രിൻ്റ് ചെയ്തിരുന്നത് ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലാണ്. ഇപ്പോൾ പല നിരൂപകരും പറയുന്ന അവർ കൊടുക്കുന്ന ലേഖനങ്ങൾ ഒരിക്കലും പുറത്തേക്ക് വരുന്നില്ല, അത് എവിടെയോ തള്ളുകയാണ്, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കായിരിക്കും. അപ്പോൾ നിരൂപണത്തെ നമ്മൾ ഒന്നടങ്കം വിമർശകനെ നമ്മൾ നാട് കടത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വിമർശനമില്ല, നിരൂപണമില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഏതായാലും ഫേസ്ബുക്കിലെ റിവ്യൂകളെ നിരൂപണമായിട്ട് കാണാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. നിരൂപണമില്ല, അതാണ് എൻ്റെ പ്രശ്നം. അതിന് നിരൂപകനല്ല കുറ്റവാളി, നമ്മളുടെ സമൂഹം തന്നെയാണ്. നിരൂപണം വായിച്ചിരുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളുടേത്. അപ്പോൾ ഈ വിപണി കയറി പിടിക്കുമ്പോഴുള്ള കുഴപ്പം കൂടിയാണത്. അയച്ചിട്ടുണ്ടെങ്കിൽ ഈ എഡിറ്റർ പറയുന്നത് വിപണിക്ക് വേണ്ട, നിരൂപണ ലേഖനങ്ങൾ വേണ്ട, പിന്നെ എന്തിനാണത് അച്ചടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതാണ് വിപണിയുടെ കുഴപ്പം. നമ്മുടെ സംസ്കാരത്തെ അങ്ങോട്ട് വെട്ടിച്ചുരുക്കി കച്ചവടം മാത്രമാക്കി മാറ്റി തീർക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തോട് ബന്ധിപ്പിക്കാവുന്നൊരു കാര്യം തന്നെയാണ് അത്.